മിഡിൽ ക്ലാസ് ഫാമിലി അരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കടലിലെ ചെകുത്താൻ മീനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ആലപ്പുഴയിൽ കടലിലെ ചെകുത്താൻ മീൻ കരയിലേക്ക് വന്നേക്കുകയാണ്. അപ്പം നമുക്കൊന്ന് കാണണ്ടേ ചെകുത്താൻ മീനിലെ വിശേഷങ്ങളും അത്ഭുതങ്ങളും. അപ്പം ഇതിനകത്ത് കയറുന്നതിന് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പം നമ്മൾ 120 രൂപയൊക്കെ എടുത്തതായി ചെകുത്താമീൻ്റെ പല്ലൊക്കെ കണ്ടാൽ നല്ല കൂർത്തിരിക്കുന്ന പല്ലൊക്കെ. എന്തായാലും ചെകുത്താമീൻ്റെ വായിലൂടെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അകത്തോട്ട് കയറിയിട്ടുള്ള വിശാലമായ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. കയറി വന്നപ്പോൾ തന്നെ നമ്മളെ ഇതിനകത്തേക്ക് ആനയിച്ചത് ഈ കുരങ്ങച്ചാരാണ് കേട്ടോ. അതുമാത്രമല്ല, ഒത്തിരി ആനിമൽസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി പരിപാടികളിലൂടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന കടലിൻ്റെ അകത്തെ മീനുകളെയാണ്. അതും അത്ഭുത കാഴ്ചകളൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ്, ഇതിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. കടലിൻ്റെ അകത്ത് അതോ അടിത്തട്ടിലുള്ള മീനുകളെ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്നൊരു കാഴ്ച. നല്ല സൂപ്പർ പരിപാടിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെക്കാട്ടിലും ഉള്ള ഒരു അത്ഭുതം വെച്ചാൽ അതായത് ടി വിയിലൊക്കെ ഈ ഡിസ്കവറിയിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള ഓരോ കാഴ്ചകളാണ് പല ആകൃതിയിൽ. അത് നീന്തി പോകുന്നത് അല്ല നീന്തി തുടിക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെ കാണാം. ചിലർ നേരെ കുത്തനെ വരുന്നത് കാണാം, ചിലർ വേറെ സൈഡ് ചരിഞ്ഞ് നീന്തുന്നവർ കാണാം, ചിലർ പാളി പോകുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള മീനുകൾ. എന്തായാലും ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു വല്ലാത്ത ഗ്ലാമറായ മീനെന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ആലപ്പുഴയിൽ ഈ ഒരു ബീച്ചിലാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ? എന്താ രസമല്ലേ? അത് മാത്രമല്ല കേട്ടോ, ആലപ്പുഴയിൽ ഇങ്ങനൊരു സംഭവം വന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വേറൊരാളെ കാണിച്ചു തരാം. ഒരു മീനിൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും ഇരിക്കുന്ന ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ. അവനെ വെള്ളത്തിട്ട് വെച്ചേക്കുന്നത്. അവൻ്റെ അതിനകത്തുള്ള പരിപാടികൾ കാണണം. പല ഐറ്റംസാണ്. അവൻ വായിക്കകത്തുനിന്ന് കൊമളെടുത്തിട്ട് റൗണ്ടായിട്ട് എയർ വിടുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ. എന്തായാലും കൊച്ചുകുട്ടികളെ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ കൊച്ചുകുട്ടികളെ കൊണ്ടുവരാൻ മറക്കരുത്. കാരണം അവർക്ക് ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് മിസ് ചെയ്യുന്ന വലിയൊരു കാഴ്ച, വലിയ അത്ഭുതങ്ങളുടെ ഒരു കാഴ്ച. ഇത് നമ്മുടെ ഇത്രയും അടുത്ത്, ആലപ്പുഴയിൽ ഇത്രയും അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് കുറേ കടകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് അടിപൊളി സംഭവം ഉണ്ടോ? ഈ പുള്ളി കാണിക്കുന്നതൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി പരിപാടി. ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ എല്ലാവരും ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ഇതിൽ ഭയങ്കര ഇതായിട്ട് ഇദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നതാണ്. ഇദ്ദേഹം മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറൊരാളും കൂടി ഇതേപോലെ തന്നെ വെള്ളത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിലോട്ട് ഇറക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള ചെറിയ പബ്ലിസിറ്റിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിങ്ങനെ കണ്ടുപോകാം. അതുപോലെ തന്നെ അവരിങ്ങനെ വെള്ളത്തിനിങ്ങനെ ഇറക്കി വിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മീനുകളുടെ ഒരു വല്ലാത്ത കലവറ തന്നെ ഉണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചയാണ്. ആ ഒരു കാഴ്ചയിലൊന്നും പറയാനില്ല. എന്തായാലും ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പരിപാടിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു മനുഷ്യനെയും കടലിനടിയിലുള്ള വെറൈറ്റി തരത്തിലുള്ള മീനുകളെയൊക്കെ കാണുന്നത്. അപ്പം നമുക്കും നല്ലൊരു കാഴ്ചകൾ തന്നെയാണ്. ഞാൻ കുട്ടികളെ ആക്കി മാത്രം പറഞ്ഞതല്ല. നിങ്ങൾ തന്നെ ഇനിയും കാണാൻ വന്ന മീനെ കണ്ടോ? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കിതിന് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായി കേട്ടോ. അവൻ്റെ മറ്റു മീനുകളെ അപേക്ഷിച്ച് അവൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മളത് നോക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുഖഭാവം എന്തോ ഇതിനോടൊരു പ്രത്യേക ഇതായിട്ട് തന്നെ തോന്നി. എനിക്കതിനോടൊരു ഇഷ്ടം തോന്നി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു സംഭവമാണ്. അവരുടെ കണ്ണു വെച്ചുള്ള നോട്ടവും കാര്യങ്ങളുമൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന രീതിയിലാണത്. അടിപൊളി തേന കണ്ടോ? നോക്കിക്കോ, ഒരു മനുഷ്യൻ്റെ രൂപം, അങ്ങനെ എന്തോ ഒരു രൂപം പോലെ എനിക്ക് അതിലൊരു ഫീൽ ചെയ്തു. എനിക്ക് മാത്രം തോന്നിയാണെന്ന് എനിക്കറിയില്ല.
കിടക്കുന്ന ഞണ്ടിൻ്റെ വായി കോലിട്ട് കുത്തിയെന്ന് പറഞ്ഞു വിട്ടായി. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഞണ്ട് ചാടി എണ്ണീറ്റ് കേട്ടോ. എണ്ണിട്ട് കലിപ്പാന്ന് തോന്നുന്നു. പുള്ളി നമ്മളെ നോക്കി ഇങ്ങനെ ഓരോ കൈയും കാലും ഒക്കെ പൊക്കുകയോ ഒന്ന് അടുത്തോട്ട് വരാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ വില്ലന്മാരുടെ എൻട്രി. നല്ല നമ്മുടെ സൈസ് വലിപ്പമുള്ള മീനുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷേ സംഭവം അടിപൊളിയാണ്. എന്താ പറയുക, അതിൻ്റെ ഇല്ല പഴയ നമ്മുടെ ആഫ്രിക്കൻ മുഷി എന്നൊക്കെ പറയും. ഇതിപ്പം നമ്മൾ എന്തോ ഭയങ്കര വലുപ്പമുണ്ട്. ഇത് ആറ്റുവാള എന്നൊക്കെ പറയുന്നത്. തലയ്ക്ക് തന്നെ നല്ല വലുപ്പവും ആ ഒരു രീതി പോലെ. ഇതിനൊക്കെ പേര് വേറെ ആയിരിക്കും. ഞാൻ എൻ്റെ ഇതിൽ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന മീനുകളെ വെച്ച് പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറേ കൊച്ചു മീനുകളും കിടപ്പുണ്ട്. കൊച്ചു മീനെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വിധമുള്ള വലുപ്പമുള്ള മീനുകളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുതലമീൻ്റെ എൻട്രി. കണ്ടോ, അലിഗേറ്റർ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ഇവനൊന്നും അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നൊരവസ്ഥയിലാണ്. പിന്നെ ഈ വലുപ്പമൊക്കെ ഉണ്ടെങ്കിലും ആൾ വെറും പാവമാണെന്ന് തോന്നുന്നു. പക്ഷേ മറ്റവനാൾ നല്ല മുട്ടൻ വില്ലനാണ് കേട്ടോ. ഇത്രയും വലിയൊരു സക്കറിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് വലുപ്പമുണ്ട് ഇത് കേട്ടോ. നമ്മുടെയൊക്കെ നീളം വരുന്ന രീതിയിൽ അത്രയ്ക്ക് വലുപ്പമുള്ളൊരു സക്കർ. എന്തായാലും ഇതും എനിക്കൊരു അത്ഭുതമായ കാഴ്ചയായിപ്പോയി കേട്ടോ. ഇത്രയും വളർന്നു കണ്ടത്തെ ഞാൻ ആദ്യമായിട്ട് കാണുക.
ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ.